പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റസൽമേനിയ 42ൻ്റെ രണ്ടാമത്തെ ദിവസത്തിൻ്റെ റിവ്യൂ ആണ്. റസൽമേനിയ 42ൻ്റെ നൈറ്റ് 2 ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. നൈറ്റ് 2ലെ ആദ്യ മത്സരമായിട്ട് നടന്നത് നമ്മൾ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ഒബാ ഫെമി തമ്മിലുള്ള മത്സരമാണ്. ഗംഭീരമായിട്ടുള്ളൊരു മത്സരമായിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഒരു സ്ക്വാഷ് മാച്ചിന് അനുസൃതമായിട്ട് വെറും 5 മിനിറ്റിനുള്ളിൽ അവസാനിച്ചൊരു മത്സരമായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ ആ ഒരു 5 മിനിറ്റ് കാണികളെ കോരിതെരിപ്പിക്കുന്ന രീതിയിലുള്ള മൊമെൻറ്റ്സിലൂടെ തന്നെയാണ് അവർ കൊണ്ടുപോയത്. ബ്രോക്കിൻ്റെ മുൻപുള്ള മത്സരങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു ടൈം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയൊരു ഞെട്ടലുണ്ടാക്കിയെന്ന് പറയാൻ സാധിക്കില്ല. ഒബാ ഫെമിയെ മാക്സിമം പുഷ് ചെയ്യും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. പക്ഷേ ഞെട്ടലുണ്ടാക്കിയത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മാറിയത് ബ്രോക്ക് ലെസ്നറിൻ്റെ റിട്ടയർമെൻറ്റ് പ്രഖ്യാപനമാണ്. ബ്രോക്ക് ലെസ്നർ മത്സരത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം ഗ്ലൗ ഊരുന്നത് ആ പരാജയത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ വിഷമത്തിലായിരിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ ബ്രോക്ക് ബൂട്ടഴിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി ബ്രോക്ക് കളം വിടുകയാണ് എന്നുള്ളത്. പിന്നീട് ESPN പോലെയുള്ള ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള സോഴ്സുകളും ബ്രോക്ക് ലെസ്നർ റിട്ടയർ ചെയ്തു എന്നുള്ള രീതിയിൽ വാർത്തകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ESPN മാത്രമല്ല WWE ഹോൾ ഓഫ് ഫെയിമേഴ്സ് അടക്കം ബ്രോക്കുമായിട്ടുള്ള പിക്ചേഴ്സ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് ബ്രോക്ക് റിട്ടയർ ചെയ്തു എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് പങ്കുവെക്കുന്നത്. അപ്പോൾ മത്സരത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് പേരും ഇങ്ങനെ പരസ്പരം ഗ്രാപ്പിൾ ലോക്ക് ചെയ്ത് അവരുടെ പവർ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിൽ ബ്രോക്കിനെ തള്ളിയിടാനും ഒബാ ഫെമിക്ക് സാധിക്കുന്നുണ്ട്. ബ്രോക്കിനെ റിങ്ങിൻ്റെ വെളിയിലേക്ക് എത്തിക്കാനും ഒബാ ഫെമിക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ ബ്രോക്കിന് മേൽ ചെറിയൊരു ആധിപത്യം ഒബാ ഫെമി നേടിയെന്നുണ്ടെങ്കിലും ബ്രോക്ക് 3 ജർമ്മൻ സുപ്ലക്സും ഒരു F5 കൊടുത്തുകൊണ്ട് ഒബാ ഫെമിയെ കീഴടക്കുന്നു. പക്ഷേ അവിടെ കൊണ്ട് അവസാനിച്ചില്ല. നേരെ ഈ F5 അടിച്ച തിരിഞ്ഞ ബ്രോക്കിനെ ഒബാ ഫെമി അദ്ദേഹത്തിൻ്റെ ഇതായിട്ടുള്ള ഒരു സ്റ്റൈലിലെ ചോക്ക് സ്ലാം ചെയ്ത് ആക്രമിക്കുന്നു. എഴുന്നേറ്റ് വന്ന ബ്രോക്കിനെ പവർ ബോംബ് എന്ന് പറയുന്ന ഫിനിഷറും കൂടി അടിച്ച് ഒബാ ഫെമി മത്സരം അവസാനിപ്പിച്ച് കളയുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ പിൻഫോളിലൂടെ ഒബാ ഫെമി ദ ബീസ്റ്റ് ബ്രോക്ക് ലെസ്നറിനെ പരാജയപ്പെടുത്തുന്നു. അതിനുശേഷം ബ്രോക്കിൻ്റെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു റിട്ടയർമെൻറ്റ് ഭാഗവും നമുക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹം മൈക്ക് എടുത്തുകൊണ്ട് റിട്ടയർ ചെയ്യുകയാണ് എന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ അത്തരത്തിലുള്ളൊരു വാക്കൊന്നും അവിടെ ആവശ്യമില്ല. ബ്രോക്ക് ആ ഗ്ലൗ ഊരിയത് ബൂട്ട് അഴിച്ചത് മാത്രം മതി. പോൾ ഹെയ്മൻ കരഞ്ഞുകൊണ്ട് ബ്രോക്കിനെ കെട്ടിപ്പിടിച്ച ആ ഒരു മൊമെൻറ്റ് മാത്രം മതി ബ്രോക്ക് റിട്ടയർ ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാൻ. ഒരു കാലഘട്ടം തന്നെ WWE അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെ സംശയം പറയേണ്ടി വരും. രണ്ടാമത്തെ മത്സരം ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പിൻ്റെ ലാഡർ മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യനായ പെൻഡ, ഹോൾ ഓഫ് ഫെയിമറായ റെയ് മിസ്റ്റീരിയോ, JD മെക്ഡോണ, റൂസേവ്, ജിവോൺ എവൻസ്, ഡ്രാഗൻ ലീ തുടങ്ങിയ റെസ്ലേഴ്സിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരം. ഗംഭീരമായിട്ടുള്ള ഒരു മത്സരം. ഇന്നലെ കഴിഞ്ഞ നൈറ്റ് 1 മത്സരങ്ങളെല്ലാം ഈ ഒരു ലാഡർ മത്സരമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ അതിൻ്റെ അടുത്തേക്ക് പോലും എത്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയും മികച്ച ക്വാളിറ്റി ഉണ്ടായിരുന്നു. സ്പോർട്ട് ഫെസ്റ്റ് തന്നെയായിരുന്നു മത്സരത്തിൽ ഉടനീളം കാണാൻ സാധിച്ചത്. കൂടാതെ ലൂച്ച ഹിസ്റ്ററിയുള്ള റെസ്ലേഴ്സാണ്, ഹൈ ഫ്ലൈയിങ് റെസ്ലേഴ്സാണ്. അപ്പോൾ അവരിൽ നിന്ന് ഇതിനപ്പുറം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ ഒരു സ്പോർട്ട് ഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ലാഡർ മത്സരം, ഒരു ക്വാളിറ്റിയുള്ള ഒരു മത്സരം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ലാഡർ മത്സരം അവർ ആഡ് ചെയ്തത്. ജിവോൺ എവൻസ് ആയിരുന്നു ഈ ലാഡർ മത്സരത്തിലെ താരം എന്ന് നമുക്ക് പറയേണ്ടി വരും. അത്രയും കിടിലമായിട്ടുള്ള ഒരു കട്ടറും ഒരു അദ്ദേഹത്തിൻ്റെ ഫ്ലൈയിങ് ക്ലോസ് ലൈൻ മൂവൊക്കെ നമുക്ക് ഇന്ന് ഈ ഒരു ലാഡർ മത്സരത്തിൽ കാണാൻ സാധിച്ചു. റൂസേവിനെയും പവർഫുള്ളാക്കി കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. റൂസേവിൻ്റെ കാലിന് ഈ മത്സരത്തിൻ്റെ ഇടയിൽ ഇഞ്ചുറി പറ്റുന്നതായിട്ടും കാണാൻ സാധിച്ചു. അത് അദ്ദേഹം സ്റ്റോറി ലൈനിൻ്റെ ഭാഗമായിട്ട് ചെയ്തതല്ല എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഈ ഒരു ലാൻഡിങ്ങിനിടയിൽ സംഭവിച്ച ഇഞ്ചുറി ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ല നല്ല കിടിലൻ മൂവ്സ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. ലാഡറിൻ്റെ മുകളിൽ നിന്ന് മറ്റൊരു ലാഡറിലേക്ക് ഈ കനേഡിയൻ ഡിസ്ട്രോയർ, മെക്സിക്കൻ ഡിസ്ട്രോയറൊക്കെ JD മെക്ഡോണയ്ക്കെതിരെ പെൻഡ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെൻഡ എന്ന് പറയുന്ന ആ റെസ്ലർ ഹോൾ ഓഫ് ഫെയിമറായ റെയ് മിസ്റ്റീരിയോയെ റൂസേവിൻ്റെ അടുത്തേക്ക്, ആ ഏപ്രോണിൻ്റെ അടുത്ത് നിന്ന് റൂസേവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പൊന്തിച്ച് വിടുന്നതും അവിടെ നിന്ന് നേരെ പോയിട്ട് ആ ലാറ്ററിലേക്ക് ലാൻഡ് ചെയ്യുന്ന സ്പോട്ടൊക്കെ ഗംഭീരമായിരുന്നു. ജിവോൺ എവൻസ് വിജയിക്കുമെന്ന് തോന്നിച്ചു. പക്ഷേ പെൻഡ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് ഈ ഒരു ലാറ്റർ മത്സരത്തിൽ കാണാൻ സാധിച്ചത്. ഗംഭീരമായിട്ടുള്ള ഒരു മത്സരമാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. മൂന്നാമതായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ സാമി സെയിൻ ട്രിക് വില്യംസിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു ടൈറ്റിൽ ചേഞ്ച് തന്നെ കാണാൻ സാധിച്ചു. ഏവറേജ് തലത്തിലുള്ള ഒരു മത്സരമായിരുന്നു. സാമി സെയിൻ ഹീലാകും എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഭാഗങ്ങളൊക്കെ സാമിയുടെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചു. ആ ട്രിക് വില്യംസിൻ്റെ കൂടെ വന്ന സിംഗറിനെയൊക്കെ സാമി ആക്രമിച്ചപ്പോൾ സാമി ഈ മത്സരശേഷം ട്രിക് വില്യംസിനെ ആക്രമിച്ചുകൊണ്ട് ട്രിക് വില്യംസ് ഫേസ് ആകും, സാമി ഹീലാകും എന്നുള്ളതിൻ്റെ ഒരു തോന്നലൊക്കെ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിലും ഈ മത്സരത്തിൽ ഇതേ സെലിബ്രിറ്റിയുടെ ഒരു ഇടപെടൽ മൂലം തന്നെ
സാമി സെയിൻ പരാജയപ്പെടുത്തുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. സങ്കടത്തോടു കൂടി ഇരിക്കുന്ന സാമിയുടെ ഒരു ക്ലോസിംഗ് ഷോട്ടാണ് ഈ മത്സരശേഷം അവർ കാണിച്ചത്. അല്ലാതെ സാമിയുടെ ഒരു ഹീൽ ടേൺ ഒന്നും അവർ നടത്തിയില്ല. ഏവറേജ് തലത്തിൽ മാത്രം നോക്കി കാണാവുന്ന ഒരു മത്സരം. ട്രിക് വില്യംസിനെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനാക്കിയത് ഒരു റൈറ്റ് ഡിസിഷൻ എന്നാണ് ഞാൻ പറയുകയുള്ളൂ. കാരണം ക്രൗഡ് അത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ട്രിക് വില്യംസ് എന്ന് പറയുന്ന റെസ്ലറിൻ്റെ കഥാപാത്രത്തിൽ. എല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹം ഒരു വില്ലനായിട്ടും ഒരു ഫേസ് ക്യാരക്ടറിന് കിട്ടുന്നതിനേക്കാൾ അധികം ഒരു സപ്പോർട്ട്, ചിയർ, പോപ്പ് അതൊക്കെ ട്രിക് വില്യംസിന് ഇപ്പോൾ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇനിയൊരു ഫേസ് ആയ ഇതിനേക്കാൾ കൂടാനേ സാധ്യതയുള്ളൂ. അത്രയും കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു റെസ്ലറാണ്. അപ്പോൾ കൃത്യമായിട്ട് ആ ടൈറ്റിൽ ചേഞ്ച്, ആ ചാമ്പ്യൻഷിപ്പ് വിജയം ട്രിക് വില്യംസിന് കൊടുത്തത് അത് നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാലാമതായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് ഡീമൻ ഫിൻ ബെലർ വേഴ്സസ് ഡൊമിനിക് മൈസ്റ്റീരിയോ തമ്മിലുള്ള മത്സരമായിരുന്നു. രണ്ട് പേർക്കും ഒരു സ്പെഷ്യൽ എൻട്രൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡീമൻ ഫിൻ ബെലർ കുറേയധികം നാളുകൾക്ക് ശേഷം, കുറേയധികം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ക്യാരക്ടറിലൂടെ വരുന്നത്. അപ്പോൾ ഡീമൻ ഫിൻ ബെലറിൻ്റെ ക്യാരക്ടറിന് കിട്ടുന്ന ആ ഒരു സ്വരസിദ്ധമായിട്ടുള്ള ഒരു ശൈലിയിലുള്ള ഒരു എൻട്രൻസ് തന്നെയാണ് കൊടുത്തത്. ഡൊമിനിക് മൈസ്റ്റീരിയോ പരാജയപ്പെടുമെന്നുള്ളത് ഉറപ്പായിരുന്നു. പക്ഷേ ഈ റസൽമീനിയ 42-ൻ്റെ രണ്ടാമത്തെ ദിനം ആരംഭിക്കുന്നതിന് മുൻപ് പ്രീ ഷോയിൽ വെച്ചിട്ട് ആദം പിയേഴ്സ് ഈ ഒരു മാച്ച് സ്ട്രീറ്റ് ഫൈറ്റ് മാച്ചാക്കി മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടേബിൾ, സ്റ്റീൽ ചെയർ, കെൻഡോ സ്റ്റിക്ക് തുടങ്ങിയ വെപ്പൺസൊക്കെ ഈ മത്സരത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. ടേബിൾ ബ്രേക്ക് ചെയ്യുന്ന 2 മൊമെൻറ്റും കാണാൻ സാധിച്ചു. അതിൽ ഒന്ന് ഡൊമിനിക് മൈസ്റ്റീരിയോ ഡീമൻ ഫിൻ ബാലറിനെ കൊണ്ടുപോയി അടിക്കുന്നതായിരുന്നു കോർണറിൽ വെച്ചിട്ടുള്ള ടേബിളിലേക്ക്. മറ്റൊന്ന് മത്സരം അവസാനിപ്പിച്ച ടേബിളിൽ ഡൊമിനിക് മൈസ്റ്റീരിയോയെ കിടത്തിക്കൊണ്ട് അതിലേക്ക് കോപ്പ് ഡി ഗ്രേസ് എന്ന് പറയുന്ന ഫിനിഷർ അടിച്ച് ഡീമൻ ഫിൻ ബാലർ ഡൊമിനിക്കിനെ പരാജയപ്പെടുത്തുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു. ഇതും ഒരു ഏവറേജ് അല്ലെങ്കിൽ എബവ് ഏവറേജ് എന്ന തലത്തിൽ കാണാവുന്ന ഒരു മത്സരമാണ്. യഥാർത്ഥത്തിൽ ഈ ഡീമൻ ഫിൻ ബാലർ ഡൊമിനിക്കിനെ പോലെയുള്ള ഒരു റെസ്ലറിനെതിരെ വരേണ്ട കഥാപാത്രമല്ല. ഡീമൻ ഫിൻ ബാലർ അല്ലെങ്കിലും ഒരു നോർമൽ ഫിൻ ബാലർ ക്യാരക്ടറിൽ നിന്ന് ഡൊമിനിക്കിനെ പരാജയപ്പെടുത്താവുന്നതേ ഉള്ളൂ. പക്ഷേ റെസ്ലമേനിയ പോലെയുള്ള ഒരു ബിഗസ്റ്റ് സ്റ്റേജിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ മൊമെൻറ്റ് വേണം എന്ന് ആലോചിച്ചിട്ടായിരിക്കും ക്രിയേറ്റീവ് ടീം ഡീമൻ ഫിൻ ബാലറിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കുക. ഡൊമിനിക് മൈസ്റ്റീരിയോയെ പരാജയപ്പെടുത്തി എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ഇവരുടെ സ്റ്റോറി ഇനി കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതിൻ്റെ യാതൊരുവിധ ഒരു സൂചനയും ഈ മത്സരശേഷമൊന്നും അവർ നൽകിയിട്ടില്ല. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അഞ്ചാമതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത് WWE വുമൻസ് ചാമ്പ്യനായ ജേഡ് കാർഗിൽ റിയ റിപ്ലി എന്ന സൂപ്പർ താരത്തിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത മത്സരമായിരുന്നു. ഗംഭീരമായിട്ടുള്ള ഒരു തുടക്കം തന്നെയായിരുന്നു. മത്സരത്തിന് നല്ലൊരു ഫാസ്റ്റ് പേസ് ആയിട്ട് തന്നെയാണ് മാച്ച് പോയത്. കിടിലമായിട്ടുള്ളൊരു മൂവ്സ്, പെർഫോമൻസ് ഒക്കെ ഇരുഭാഗത്തു നിന്നും കാണാൻ സാധിച്ചു. നമ്മൾ പ്രതീക്ഷിച്ച പോലെ മീച്ചിൻ, ബി ഫാബ് തുടങ്ങിയവരുടെ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഇടപെടൽ ഇയോസ്കായി വന്നിട്ട് റിയ റിപ്ലിയെ സപ്പോർട്ട് ചെയ്യുന്നതിലേക്കാണ് നയിച്ചത്. ഈ മീച്ചിൻ, ബി ഫാബ് തുടങ്ങിയവർക്കെതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ ഇയോസ്കായുടെ സഹായം റിയ റിപ്ലിക്ക് കിട്ടുന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് റിയ റിപ്ലി ജേഡ് കാർഗിലിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ വുമൻസ് ചാമ്പ്യൻ ആകുന്നതാണ് കാണാൻ സാധിച്ചത്. ഒരു ഏവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ഏവറേജ് തലത്തിൽ മാത്രം നോക്കി കാണാവുന്ന ഒരു മത്സരം. നല്ല നല്ല മൂവ്സ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു എന്നുള്ളത് മാറ്റി നിർത്തിയാലും വലിയൊരു ടൈമൊന്നും ഈ ഒരു മത്സരത്തിന് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. റസൽമീനിയ 42-ൻ്റെ രണ്ടാമത്തെ ദിവസത്തിലെ മെയിൻ ഇവൻറ്റ് മത്സരത്തിന് മുൻപ് നടന്നത് ഹോസ്റ്റായ ജോൺ സിന ഒരിക്കൽ കൂടി വന്ന് അദ്ദേഹം ആ ഒരു അറ്റൻഡൻസ് പറഞ്ഞതാണ്. 55,000-ലധികം കാണികൾ ഈ ഒരു രണ്ടാമത്തെ ദിവസം വീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് മിസും കിറ്റ് വിൽസനും വരുന്നു. മിസും കിറ്റ് വിൽസനും വന്നപ്പോൾ ഒരു കാര്യം അവിടെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഡൺ ഹാൻസിൻ്റെ ഒരു അപ്പിയറൻസ് പ്രതീക്ഷിക്കാമെന്നുള്ളത്. പതിവ് പോലെ ഡൺ ഹാൻസൺ വരുന്നു. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എൻട്രൻസ് ആയിരുന്നു. കുറേയധികം കുട്ടി ഡൺ ഹാൻസൺസ് ആയിട്ടാണ് യഥാർത്ഥ ഡൺ ഹാൻസൺ റിങ്ങിലേക്ക് വരുന്നത്. കുറച്ച് എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് കിറ്റ് വിൽസനെയും മിസുനെയും ഒക്കെ അടിക്കുന്നു. എന്തായാലും ജോൺസിന പറഞ്ഞ വാക്ക് പാലിച്ചു. ജോൺസിന ഫിസിക്കലായിട്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ ഏർപ്പെടുന്നതായിട്ടൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സ്റ്റോറി ലൈൻ്റെ ഭാഗമായിട്ട് ഫിസിക്കലായിട്ടൊന്നും യാതൊരുവിധ ഒരു സെഗ്മെൻറ്റ് പോലും ചെയ്യില്ല എന്നുള്ളത്. ആ ഒരു വാക്ക് ജോൺസിനെ പാലിക്കുന്നതായിട്ട് ഈ ഒരു ഭാഗത്തിൽ കാണാൻ സാധിച്ചു. പിന്നീട് നടന്നത് റസൽമേനിയ 42-ൻ്റെ മെയിൻ ഇവൻറ്റ് മത്സരമായിരുന്നു. റോമൻ റീൻസിൻ്റെ ഓൾഡ് തീം സോങ്ങിന് സമാനമായിട്ടുള്ള ഒരു തീം സോങ്ങിൽ റോമൻ റീൻസിൻ്റെ ബ്ലാക്ക് ലൈനിലെ മുൻ അംഗങ്ങൾക്കൊക്കെ ട്രിവ്യൂ കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എൻട്രൻസ്, CM പങ്കിൻ്റെ എൻട്രൻസ് പിറകെ വരുന്നു. അങ്ങനെ രണ്ട് പേരും കൂടി മത്സരം ആരംഭിക്കുന്നു. നല്ലൊരു പേസോട് കൂടി തന്നെയാണ് മത്സരം ആരംഭിക്കുന്നത്. കുറേയധികം പഞ്ചുകളും കുറേയധികം ഇങ്ങനെ ഒരു സമയം വേസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മൊമെൻറ്റ്സും ഒന്നും അവർ കാണിക്കുന്നില്ല. അവർ കിടിലമായിട്ട് കുറേയധികം ട്രിക്കുകൾ ഉപയോഗിച്ച് എതിരാളിയെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നല്ല നല്ല പവർഫുൾ ആയിട്ടുള്ള മൂവ്സും ചെയ്ത് എതിരാളിയെ പെട്ടെന്ന് പരാജയപ്പെടുത്തുക എന്നുള്ളൊരു തന്ത്രമാണ്
ഇരുവരും യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫാസ്റ്റ് പേസ് എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ഒരു സ്ലോ പേസിൽ ഒരിക്കലും മത്സരം കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ക്ഷീണം തോന്നാത്ത രീതിയിൽ, കാണികൾക്ക് മടുപ്പ് തോന്നാത്ത രീതിയിൽ ഈ ഒരു മത്സരത്തെ അവർ നല്ല രീതിയിൽ കൊണ്ടുപോയി. ഇതേ ഒരു പേസോട് കൂടി തന്നെയാണ് മത്സരം അവർ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ തുടക്കം തൊട്ട് ഒടുക്കം വരെ അവർ നല്ലൊരു ത്രില്ലിംഗ് ആയിട്ട് മത്സരം കൊണ്ടുപോയി. ഈ ഒരു നിലവാരമാണ് നമ്മൾ ആദ്യ ദിനത്തിൽ കോഡി റോഡ്സ് വേഴ്സസ് റാൻഡി ഓർട്ടൺ തമ്മിലുള്ള അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ പ്രതീക്ഷിച്ചത്. പക്ഷേ ആ ഒരു നിലവാരം നമുക്ക് ആദ്യ ദിനം ലഭിച്ചില്ല. പക്ഷേ റസൽമീനിയ 42 യഥാർത്ഥ മെയിൻ ഇവൻറ്റിൽ ഇന്ന് നമുക്ക് ആ ഒരു നിലവാരം ലഭിച്ചു. അതുകൊണ്ട് തന്നെ കിടിലമായിട്ടുള്ള ഒരു മെയിൻ ഇവൻറ്റും കാണാൻ സാധിച്ചു. യാതൊരുവിധ ഇൻ്റർഫിയറൻസും നമുക്ക് കാണാൻ സാധിച്ചില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എൻട്രികളോ ഊസോസിൻ്റെ വരവോ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു ക്ലീൻ ആയിട്ടുള്ള സ്റ്റാർട്ട് ടു എൻഡ് പക്കാ ക്ലീൻ എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ക്ലീൻ ആയിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു. ഈ മത്സരം ക്ലീൻ അല്ല എന്ന് പറയുന്നതിൻ്റെ രണ്ട് കാരണങ്ങൾ. ഒന്ന്, സ്റ്റീൽ സ്റ്റെപ്പ് ഉപയോഗിച്ചുകൊണ്ട് CM പങ്കിനെ റോമൻ റീൻസ് ആക്രമിക്കുന്നുണ്ട്. അവിടെ എന്തുകൊണ്ട് ഡിസ്ക്വാളിഫിക്കേഷൻ ആയി എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ ഈ കമൻറ്റേറ്ററായ മൈക്കിൾ കോൾ പറയുന്നത് റെഫറിയുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും ആ റിങ്ങിൻ്റെ പോസ്റ്റിൽ തൂങ്ങി കിടക്കുന്ന CM പങ്കിലേക്ക് പോയത് കൊണ്ട് തന്നെ അദ്ദേഹം അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല എന്ന് ലോജിക്കലി പറയാം. രണ്ടാമത്തേത്, നമ്മൾ എല്ലാ മത്സരങ്ങളിലും കാണുന്നതാണ് റെഫറിയുടെ ശ്രദ്ധ പോകുന്ന സമയത്ത് ഒരു റെസ്ലർ മറ്റ് റെസ്ലറിനെ ലോ ബ്ലോ ചെയ്യുന്നതും. അതും നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. റോമൻ റീൻസിനെ CM പങ്ക് ലോ ബ്ലോ ചെയ്യുന്നതും തുടർന്ന് GTS എന്ന മൂവ് ഉപയോഗിച്ച് ആക്രമിക്കുന്നതും അവിടം കൊണ്ട് മത്സരം അവസാനിപ്പിച്ചു എന്ന് തോന്നിപ്പിച്ചു എന്നുള്ള ഒരു മൊമെൻ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയും മത്സരം അവസാനിപ്പിച്ചിട്ടില്ല. പിന്നീട് ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഫിനിഷർ, അദ്ദേഹത്തിൻ്റെ സബ്മിഷൻ ഫിനിഷർ അടിച്ചുകൊണ്ട് റോമൻ റീൻസ് മത്സരത്തിൽ വിജയിക്കാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കി. പക്ഷേ അതിനെയൊക്കെ CM പങ്ക് നല്ല രീതിയിൽ കൗണ്ടർ ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ അന്നക്കോണ്ട വൈസ് എന്ന് പറയുന്ന ഫിനിഷർ അടിച്ചിട്ട് അദ്ദേഹം തിരികെ വരുന്നതുമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ടേബിൾ ബ്രേക്ക് ചെയ്യുന്ന 2 മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അത് തുടക്കത്തിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു പവർ ബോംബ് CM പങ്കിനെ സ്പാനിഷ് കമൻറ്റേറ്റേഴ്സിൻ്റെ കമൻറ്ററി ടേബിളിലേക്ക് റോമൻ റീൻസ് ചെയ്യുന്നതായിരുന്നു. രണ്ടാമത്തേതിൽ ഒരു എൽബോ ഡ്രോപ്പ് റോമൻ റീൻസിനെതിരെ CM പങ്ക് ചെയ്യുന്നതായിരുന്നു. ഇത് ഏകദേശം ഈ മത്സരത്തിൻ്റെ എൻഡിങ് ഭാഗത്തായിരുന്നു. അങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു മത്സരം. അവസാനം റോമൻ റീൻസ് ഈ CM പങ്കിൻ്റെ ഒരു GTS ആദ്യം വാങ്ങുന്നു. രണ്ടാമത്തെ GTS ഇങ്ങനെ ഷോൾഡറിൽ ഇട്ടുകൊണ്ട് CM പങ്ക് അടിക്കാൻ പോകുന്ന ഒരു സമയത്ത് CM പങ്കിന് റോമൻ റീൻസിൻ്റെ വെയിറ്റ് താങ്ങാൻ സാധിക്കുന്നില്ല. അങ്ങനെ CM പങ്കിൻ്റെ ആ ഒരു ഷോൾഡറിൽ നിന്ന് റോമൻ റീൻസ് മാറുന്നു. CM പങ്ക് കൊളാപ്സ് ആയിട്ട് നിലത്ത് വീഴുന്നു. ഈ തിരിഞ്ഞ CM പങ്കിനെ റോമൻ റീൻസ് ഓടി വന്ന് സ്പിയർ ചെയ്യുന്നതും, എന്നാൽ സ്പിയർ കിട്ടിയ CM പങ്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളൊരു ലാഘവത്തോടു കൂടി ആ റിങ്ങിൽ ഇരിക്കുന്നതും. ഇതിൽ നിന്ന് കുറച്ചും കൂടി ദേഷ്യം വന്ന റോമൻ റീൻസ് ആ റോപ്പുകൾക്കിടയിലൂടെ ഓടി രണ്ടാമത്തെ സ്പിയർ കൊടുക്കുന്നതും അതിലൂടെ മത്സരം അവസാനിപ്പിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരശേഷം അദ്ദേഹം ഫാമിലിയുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന റിംഗ് സൈഡിലെ കുറച്ച് മൊമെൻറ്റും കാണിച്ച് തിരികെ ചാമ്പ്യൻഷിപ്പുമായി അദ്ദേഹം റിങ്ങിലേക്ക് വരുന്നു. അവിടെ ഒരു ചെറിയൊരു സെലിബ്രേഷൻ. അതിനുശേഷം ആ റസൽമീനിയ 42 അവസാനിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഗംഭീരമായിട്ടുള്ളൊരു റസൽമീനിയ 42ൻ്റെ രണ്ടാമത്തെ ദിവസം എന്ന് പറയേണ്ടി വരും. ആദ്യത്തെ ദിനം എല്ലാവർക്കും ഒരു മടുപ്പ് തോന്നിപ്പിച്ച ദിനമായിരുന്നു. പക്ഷേ അതിനെ കടത്തി വെട്ടുന്ന നല്ലൊരു മികച്ച രണ്ടാമത്തെ ദിനം അവർ നൽകി. ഈ രണ്ടാമത്തെ ദിനം പൂർണ്ണമായിട്ടും ആരാധകർക്ക് വേണ്ടി നൽകിയതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഗംഭീരമായിട്ടുള്ള റിസൾട്ടുകൾ, ഗംഭീരമായിട്ടുള്ള മത്സരങ്ങൾ, ഓരോ ആരാധകരും പ്രതീക്ഷിച്ച നിലയിൽ തന്നെ ടൈറ്റിൽ ചേഞ്ചുകളും മത്സര ക്വാളിറ്റി നമുക്ക് കിട്ടി. പെർഫോമൻസിൻ്റെ ലെവലും അത്രത്തിൽ തന്നെ കിട്ടി. ഇതാണ് നമ്മൾ ആദ്യ ദിനം പ്രതീക്ഷിച്ചത്. പക്ഷേ ആദ്യ ദിനത്തിൽ അത്രയും ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ റസൽമീനിയ 42 ടോട്ടലി നല്ലൊരു ഇവൻ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പറയാൻ സാധിക്കില്ലെങ്കിലും രണ്ടാമത്തെ ദിനം മികച്ചതായിട്ട് ഫീൽ ചെയ്തു. ഇനി നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.